1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. ഇതെന്റെ ചേട്ടന്റെ സ്ഥാപന. അതുകൊണ്ടാ പറഞ്ഞേ, ഇനി ഒരു നിമിഷം നിനക്ക് ഈ ക്യാബിനിൽ ഇരിക്കാൻ അർഹതയില്ലാന്ന്. ഇനിയിപ്പോ നിന്റെ ചേട്ടൻ വിളിച്ച് പറഞ്ഞോ നീ ഇവിടുന്ന് പോവാൻ? അല്ല, എന്താ അനന്തേട്ടന്റെ ഉദ്ദേശം? എന്ത്? കണ്ണേട്ടന് അവകാശികളൊന്നുമില്ല. അതുകൊണ്ട് കണ്ണേട്ടന്റെ സ്വത്തുക്കളില് അനന്തേട്ടൻ എന്തെങ്കിലും നോട്ടമുണ്ടോ? ഇനി ഇവിടെ നിന്നാ നിനക്ക് അടിയെന്താന്ന് ഞാൻ പറഞ്ഞുവിടും. സ്വത്തും പണവും മോഹിച്ച് നടക്കുന്നവരാണ് മഹാലക്ഷ്മി എന്തെങ്കിലും ചെയ്തെന്ന് ഞങ്ങൾക്കൊക്കെ സംശയമുണ്ട്. അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ച് സംശയിക്കാലോ. കണ്ണേട്ടന്റെ സ്വത്തുക്കൾ ഏട്ടത്തി കൈക്കലാക്കുന്നു കരുതി ഏട്ടത്തി എന്തെങ്കിലും ചെയ്തത് നിങ്ങളൊക്കെയാണെന്ന് പറഞ്ഞൂടെ? നിന്നോട് മര്യാദക്ക് ഞാൻ പറഞ്ഞു പോവാൻ. മനസ്സിനകത്ത് വിഷം നിറച്ചിട്ട് ഇനി ഇവിടെ നിന്ന് ഓരോന്ന് പറഞ്ഞ നീ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട നിന്റെ അമ്മയും ഭാര്യയും കാണാൻ പോകുന്നതേ നിന്റെ കവളത്തെ പാടായിരിക്കും. അങ്ങനെ ഭീഷണിയൊന്നും വേണ്ടടോ. എല്ലാവരും ഞങ്ങളൊക്കെ മനസ്സിലാക്കൊണ്ടിരിക്കുക. അത്യാഗ്രഹം തലയ്ക്ക് പിടിച്ച് നടന്ന ഒരുത്തി അവളുടെ പാട്ടിന് പോയി. അത് തന്നെ ആയിരിക്കും മറ്റുള്ളവരുടെ അനുഭവം. അല്ല സാറേ, ക്യാബിനിലോട്ട് പോയിട്ട് ഇരിപ്പുറച്ചില്ലേ? അകത്ത് ആളുണ്ടെന്ന് അറിഞ്ഞിട്ട് എന്നെ കൊണ്ട് മനഃപൂർവ്വം പറഞ്ഞു വിട്ടാണല്ലേ? ഞങ്ങള് പറഞ്ഞു വിട്ടതല്ലോ, സാറ് ഇടിച്ചു കയറി അങ്ങോട്ട് പോയതല്ലേ? അകത്തിരിക്കുന്നവനൊന്ന് സൂക്ഷിച്ചോ. അവൻ കണ്ണേട്ടനെ വിഴുങ്ങുന്ന കൂട്ടുകാരനാ. കണ്ണൻ സാർ അങ്ങനെയല്ലല്ലോ പറയുന്നത്. കണ്ണൻ സാറിന്റെ രണ്ടാനമ്മയും മക്കളും ഒക്കെയാ കണ്ണൻ സാറിനെ വിഴുങ്ങുന്നെന്നാ. അതുകൊണ്ടിപ്പോ എന്തായി? അങ്ങനെ സ്നേഹം വാരിക്കോരി കൊടുത്ത ആ ഭാര്യ കണ്ണി കണ്ടവരെ കൂടെ ഒളിച്ചോടി പോയില്ലേ? മാഡം അങ്ങനെ ഒളിച്ചോടി പോവില്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. പിന്നെ മാഡത്തെ വെറുക്കുന്നവര് മാഡത്തെ എന്തെങ്കിലും ചെയ്തു കാണുമെന്ന ഇവിടെ എല്ലാവരുടെയും സംശയം. ചെയ്തു കാണും. കണ്ണേട്ടന്റെ സ്വത്തിലും പണത്തിലും ആർത്തിയുള്ളവര്. ഏറ്റവും കൂടുതൽ ആർത്തിയുള്ളത് അവനാ. എന്നിട്ടാ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് പോകുന്നത്. കേട്ടോ ബിജു, ഇതുപോലെ സ്വാർത്ഥനായ ഒരു അനിയനെ ശത്രുക്കൾക്ക് പോലും കിട്ടാൻ പാടില്ല. എന്തൊരു ജന്മം. ബിജു, ഇന്നത്തോടെ ഈ നാടകം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ വരുന്നെങ്കിൽ വരുന്നോട്ടെ. അതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. മഹിയുടെ മരണം ആഗ്രഹിക്കുന്നവരാ തീർത്ത് നിരാശരാകാൻ പോകുന്നത്. അനന്തേട്ടനാ. അനന്തേട്ടാ, നീ കണ്ണന്റെ കയ്യിലൊന്ന് ഫോൺ കൊടുത്തേ. ശരി അനന്തേട്ടാ. ഇതാ കണ്ണേട്ടാ. പറടാ. ഇവിടെ ഒരാള് വന്നിരുന്നു ഫിനാൻസിയേഴ്സിന്റെ ഭരണം ഏറ്റെടുക്കാൻ. ആര്? അവൻ തന്നെ, ഉണ്ണി. അവൻ അത്രയ്ക്കൊക്കെ ധൈര്യമായോ? ഏട്ടനും ഏട്ടത്തി ഇവിടെ ഇല്ലാത്തതുകൊണ്ടേ അവൻ ഫിനാൻസിയേഴ്സിനെ സഹായിക്കാമെന്നാണെന്ന്. പിന്നെ മഹാലക്ഷ്മിയെ ആക്ഷേപിക്കുന്ന തരത്തിലൊക്കെ സംസാരിക്കുകയും ചെയ്തു. അതൊക്കെ ഞാൻ അവിടെ വരുമ്പോ പറയാം. ഇനി മഹി തിരിച്ചു വരില്ല എന്ന് കരുതി അവൻ പ്രകടനം തുടങ്ങിയതാ. സാരല്ല, നീ കൊടുക്കേണ്ടത് കൊടുത്തല്ലോ. തല്ലിയില്ലെന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് മതി. എന്റെയും മഹിയുടെയും സാന്നിധ്യം ഇല്ലാത്തപ്പോ ഞങ്ങളുടെ ശത്രുക്കൾ ഒറ്റ ഒരെണ്ണം പോലും അതിനകത്തേക്ക് കിടക്കാൻ പാടില്ല.